അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം നാളെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. നാട്ടിലെത്തിക്കുന്ന മൃതദേഹം പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. അപകടം നടന്ന് 11ാം ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച ഏക മലയാളിയായ രഞ്ജിതയുടെ മൃതദേഹം 11 ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചറിഞ്ഞത്. നാളെ രാവിലെ 6:50 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം രഞ്ജിത പഠിച്ച പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. പിന്നീട് പുല്ലാട് വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകിട്ടോടെ സംസ്കരിക്കും. രഞ്ജിതയുടെ സഹോദരൻ രതീഷും ബന്ധു ഉണ്ണികൃഷ്ണനും 11 ദിവസമായി അഹമ്മദാബാദിൽ കഴിയുകയായിരുന്നു. രഞ്ജിതയുടെ അമ്മ തുളസിയുടെ DNA സാമ്പിൾ വഴിയാണ് മൃതദേഹം തിരിച്ചറിയാനായത്. UK-യിൽ നഴ്സായിരുന്ന രഞ്ജിത മുൻപ് ഗൾഫിലും ജോലി ചെയ്തിരുന്നു. 5 വർഷം മുമ്പ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നഴ്സായി ലഭിച്ച സർക്കാർ ജോലിയിൽ നിന്നും അവധിയെടുത്തായിരുന്നു UK-യിലേക്ക് പോയത്. അവധി പുതുക്കുന്നതിൻ്റെ ഭാഗമായി ലണ്ടനിൽ നിന്നും കേവലം 5 ദിവസത്തെ അവധിക്കായി നാട്ടിലെത്തി തിരികെ പോകുമ്പോഴാണ് ദുരന്തം. ഈ മാസം 12-നായിരുന്നു രാജ്യത്ത് നടക്കിയ വിമാന ദുരന്തമുണ്ടായത്. അപകടത്തിൽ 274 പേർ മരിച്ചുവെന്നാണ് ഗുജറാത്ത് സർക്കാരിൻ്റെ സ്ഥിരീകരണം. ഇതിൽ 251 പേരുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വിദേശികളുടെ ഉൾപ്പെടെ DNA പരിശോധന തുടരുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.